നമസ്കാരം. പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാഷ്ട്രം അതിൻ്റെ അന്ത്യകാലത്തെ അഭിമുഖീകരിക്കുകയാണ്. അതിർത്തിയുടെ ഒരറ്റത്ത് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങുമ്പോൾ മറുവശത്ത് ബലൂചിസ്ഥാനിൽ നിന്നും പാക് ഭരണകൂടത്തിനെതിരെ അഗ്നിപർവ്വതം പോലെ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബലൂച്ച് വിമോചന സേന തങ്ങളുടെ പ്രവർത്തനങ്ങൾ POK മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ സൈനിക ശക്തിയെ ഇരുവശങ്ങളിൽ നിന്നും ഒരുപോലെ ലക്ഷ്യം വെക്കുന്ന ഈ അപ്രതീക്ഷിതമായ തന്ത്രപരമായ നീക്കം പാക് ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു. ജമ്മു കാശ്മീരിൽ മോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന കുതിപ്പുകൾ അതിർത്തിക്കപ്പുറമുള്ള ജനങ്ങളിൽ ആത്മവിശ്വാസം പകരുമ്പോൾ പാകിസ്ഥാന്റെ പിടിയിൽ നിന്നും മോചനം തേടിയുള്ള ഈ ജനകീയ മുന്നേറ്റം രാജ്യത്തിന്റെ അഖണ്ഡതയെ തന്നെ തകർക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ പതിറ്റാണ്ടുകളായി ഇസ്ലാമാബാദിലെ ഭരണാധികാരികളും പാക് സൈന്യവും നടത്തിവന്ന ക്രൂരമായ പീഡനങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കുമെതിരെ POKയിലെ ജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങിയിരിക്കുന്നു. ഇതൊരു ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, അതിർത്തിയുടെ മറുപുറത്ത് ജമ്മു കാശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ നടപ്പിലാക്കിയ വൻ വികസന കുതിപ്പ് നേരിട്ട് കണ്ട കാശ്മീരി ജനതയുടെ കണ്ണു തുറക്കൽ കൂടിയാണിത്. തങ്ങളെയും ഭാരതമെന്ന മഹാരാജ്യത്തോട് ചേർക്കണമെന്ന ഉറച്ച ആവശ്യവുമായി പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും അടങ്ങുന്ന വൻ ജനസഞ്ചയമാണെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തോക്കുകളെ ഭയക്കാതെ മുന്നോട്ട് വരുന്നത്. ഒരു വശത്ത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിരോധ ശക്തിയായി ഭാരതം വളരുമ്പോൾ മറുവശത്ത് ഭീകരവാദത്തിന്റെ ആസ്ഥാനമായ പാകിസ്ഥാൻ പൂർണ്ണമായ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. അഖണ്ഡ ഭാരതം എന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് POKയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. വിഘടനവാദികൾക്കും ഭീകരവാദികൾക്കും താവളമൊരുക്കുന്ന ആർട്ടിക്കിൾ 370 BJP സർക്കാർ എടുത്തുമാറ്റിയത് കാശ്മീരിന്റെ ശാപമോചനത്തിന്റെ തുടക്കമായിരുന്നു. കല്ലേറും ഹർത്താലുകളും പാക് അനുകൂല മുദ്രാവാക്യങ്ങളും പതിവായിരുന്ന ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ ഇന്ന് ഭാരതത്തിന്റെ ദേശീയ പതാക അഭിമാനത്തോടെ അർദ്ധരാത്രിയിലും പാറിപ്പറക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഫണ്ടിങ് തടഞ്ഞതോടെ വിഘടനവാദ രാഷ്ട്രീയക്കാരുടെ കടപൂട്ടി. പാക് സ്പോൺസേഡ് ഭീകരവാദത്തെ ഇന്ത്യൻ സൈന്യം അടിച്ചമർത്തി. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനും ബിസിനസ് ചെയ്യാനുമുള്ള സാഹചര്യം മോദി സർക്കാർ ഉറപ്പുവരുത്തി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും പശ്ചിമ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കും കാശ്മീരിൽ ആദ്യമായി തുല്യ അവകാശങ്ങൾ ലഭിച്ചത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെയാണ്. മോദി ഭരണത്തിന് കീഴിൽ ജമ്മു കാശ്മീർ കൈവരിച്ച പുരോഗതി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കപ്പെട്ടതോടെ ജമ്മുവും കാശ്മീരും ഇന്ന് വികസനത്തിന്റെ മാതൃകയായി മാറി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ഏത് കാലാവസ്ഥയിലും ലഡാക്കിലേക്കും കാശ്മീരിലേക്കും യാത്ര സാധ്യമാകുന്ന തുരങ്കപാതകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. ജമ്മുവിലും കാശ്മീരിലും എയിംസ് ആശുപത്രികൾ യാഥാർത്ഥ്യമായി. IIT, IIM തുടങ്ങിയ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാശ്മീരി യുവാക്കളുടെ ഭാവിയെ മാറ്റിമറിക്കുകയാണ്. കാശ്മീരിലേക്ക് കോടിക്കണക്കിന് ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളാണ് ഒഴുകിയെത്തുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസം ഹബ്ബായി കാശ്മീർ മാറിക്കഴിഞ്ഞു. G20 ഉച്ചകോടി ശ്രീനഗറിൽ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയും ചെയ്തു. അതിർത്തിക്കപ്പുറമുള്ള POKയിലെ ജനങ്ങൾ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ജമ്മു കാശ്മീരിലെ ഈ മാറ്റങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. ഭാരതത്തിലെ തങ്ങളുടെ സഹോദരങ്ങൾ സമാധാനത്തിലും സമൃദ്ധിയിലും ജീവിക്കുമ്പോൾ തങ്ങൾ എന്തുകൊണ്ട് പട്ടിണിയിലും ഭയത്തിലും കഴിയണമെന്ന ചോദ്യം അവരിൽ ശക്തമായി ഉയരുന്നു. പാകിസ്ഥാന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കാരണം POKയിൽ ഗോതമ്പിനും ആട്ടയ്ക്കും സ്വർണ്ണ വിലയാണ്. കടുത്ത ക്ഷാമം മൂലം ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിനായി തെരുവിൽ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലുമാണ്. POKയിലെ നദികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുപോവുകയും POKയിലെ ജനങ്ങൾക്ക് വൻതുക ഈടാക്കി വൈദ്യുതി നൽകുകയും ചെയ്യുന്നു. ഇതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭമാണ് നടക്കുന്നത്. പാക് സൈന്യത്തിനും ISIക്കും എതിരെ സംസാരിക്കുന്നവരെ തടവിലാക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. മാധ്യമ സ്വാതന്ത്ര്യമോ മനുഷ്യാവകാശമോ അവിടെ നിലവിലില്ല. മുസാഫറാബാദ്, മീൻപൂർ, ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ എന്നിവിടങ്ങളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പാക് സൈന്യത്തെ വെല്ലുവിളിച്ച് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭാരതത്തിലേക്ക് പോകണം, മോദി സർക്കാർ ഞങ്ങളെ രക്ഷിക്കണമെന്ന മുദ്രാവാക്യങ്ങൾ ഇന്ന് പാക് ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. ഭീകരവാദത്തെ ഒരു വ്യവസായമായി കൊണ്ടു നടന്ന പാകിസ്ഥാൻ ഇന്ന് സ്വന്തം കർമ്മഫലം അനുഭവിക്കുകയാണ്. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഭിക്ഷാപാത്രവുമായി നടക്കേണ്ടി വന്ന ഒരു പരാജയപ്പെട്ട രാജ്യമായി പാകിസ്ഥാൻ മാറി. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും കടം കിട്ടാതെ പാകിസ്ഥാന്റെ ഖജനാവ് പൂർണ്ണമായും ശൂന്യമായി. പലിശ അടയ്ക്കാൻ പോലും വീണ്ടും കടമെടുക്കേണ്ട അവസ്ഥയിലാണവർ. ഒരു വശത്ത് POKയിലെ പ്രക്ഷോഭം, മറുവശത്ത് ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരം, TTP പോലുള്ള ഭീകര സംഘടനകൾ പാക് സൈന്യത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ. ഇങ്ങനെ പാകിസ്ഥാൻ അകത്തുനിന്ന് തന്നെ തകരുകയാണ്.
മോദി സർക്കാരിന്റെ ശക്തമായ നയതന്ത്രം കാരണം അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. കാശ്മീർ വിഷയം ഉന്നയിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഭാരതം ആഗോളതലത്തിൽ തകർത്തെറിഞ്ഞു. POK ഭാരതത്തിന്റെ ഭാഗമാകുക എന്നത് BJPയെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട അടിയുറച്ച നിലപാട് കൂടിയാണ്. 1994 ഭാരത പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത് ജമ്മു കശ്മീർ മുഴുവനായും ഭാരതത്തിൻ്റെതാണ് എന്നാണ്. മുൻകാല സർക്കാരുകളെ പോലെ പ്രതിരോധത്തിലൂന്നിയല്ല മോദി സർക്കാർ പ്രവർത്തിക്കുന്നത്. സജ്ജിക സ്ട്രൈക്കുകളിലൂടെയും ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലൂടെയും ശത്രുവിന്റെ കോട്ടയിൽ കയറി അടിക്കാൻ ഭാരതത്തിന് മടിയില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു. POK തിരിച്ചുപിടിക്കാൻ സൈന്യം എപ്പോഴും സജ്ജമാണ്. ജമ്മു കാശ്മീർ നിയമസഭയിൽ POKയ്ക്കായി ഇപ്പോഴും 24 സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഭാരതീയ പൗരന്മാരാണെന്ന BJPയുടെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണിത്. ചരിത്രപരമായ തെറ്റുകൾ തിരുത്തപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് ഭാരതം കടന്നുപോകുന്നത്. കോൺഗ്രസ് സർക്കാരുകളുടെ ദീർഘവീക്ഷണമില്ലാത്ത നയങ്ങൾ കാരണം ഭാരതത്തിന് നഷ്ടപ്പെട്ട കാശ്മീരിന്റെ ഭാഗം തിരികെ ലഭിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. വികസനവും സമാധാനവും കൊണ്ട് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞപ്പോൾ തോക്കുകളും ഭീകരവാദവും കൊണ്ട് ജനങ്ങളെ അടിച്ചമർത്താൻ നോക്കിയ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. POKയിലെ ജനകീയ മുന്നേറ്റം ശക്തമാകുമ്പോൾ പാകിസ്ഥാന്റെ ഭൂപടം മാറാൻ പോകുന്ന ദിവസങ്ങൾ വിദൂരമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിൽ POKയിലെ ജനങ്ങൾ ഭാരത പതാകയ്ക്ക് കീഴിൽ അണിനിരക്കുകയും അഖണ്ഡ ഭാരതം എന്ന സ്വപ്നം പൂർണ്ണതയിലെത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പുതിയ ഭാരതം ചരിത്രം സൃഷ്ടിക്കുകയാണ്. ആ ചരിത്ര മുന്നേറ്റത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ തകർച്ച പൂർണ്ണമാകും. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിന്റെ കാലത്ത് കാശ്മീർ എന്ന് പറഞ്ഞാൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നത് ചോരപ്പുഴകളും കല്ലേറുകളും മാത്രമായിരുന്നു. അന്ന് പാകിസ്ഥാനിൽ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ ഡൽഹിയിലെ ഭരണാധികാരികൾ ചർച്ചകൾക്കും കത്തയക്കലുകൾക്കും പിന്നാലെ നടക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് BJP ഭരണത്തിൽ കാശ്മീർ മാറിയിരിക്കുന്നു. ഇന്ന് വാർത്തകളിൽ നിറയുന്നത് വൻകിട റോഡുകളും വിനോദസഞ്ചാര വിപ്ലവവുമാണ്. ഒരു നാടിനെ തോക്കുകൊണ്ടല്ല, വികസനവും ജനക്ഷേമവും കൊണ്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് കാണിച്ചു തന്നു. ഈ വികസന രാഷ്ട്രീയത്തിന് മുന്നിലാണ് പാകിസ്ഥാന്റെ വിദ്വേഷ രാഷ്ട്രീയം ഇന്ന് അമ്പെ പരാജയപ്പെടുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ അവരുടെ ഒരേ ഒരു അജണ്ട ഭാരതത്തെ തകർക്കുക എന്നത് മാത്രമായിരുന്നു. അതിനായി അവർ സ്വന്തം ജനങ്ങളെ പട്ടിണിക്കിട്ട് ഭീകരവാദികളെ വളർത്തി കോടിക്കണക്കിന് രൂപ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഒഴുക്കി. എന്നാൽ ഇന്ന് കളി മാറിയിരിക്കുന്നു. ഡൽഹിയിലിരിക്കുന്നത് ശക്തനായ ഒരു ജനനായകനാണ്. ഭാരതം ഡിജിറ്റൽ യുഗത്തിലും ബഹിരാകാശ രംഗത്തും ലോകത്തിന്റെ നെറുകയിലെത്തുമ്പോൾ പാകിസ്ഥാനിൽ 1 കിലോ ആട്ടയ്ക്ക് വേണ്ടി ജനങ്ങൾ തെരുവിൽ തല്ലുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് അവരുടെ തെറ്റായ നയങ്ങൾക്കുള്ള കർമ്മഫലം തന്നെയാണ്. പാകിസ്ഥാന്റെ തകർച്ച തടയാൻ ഇനി ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. POKയിലെ പ്രക്ഷോഭങ്ങൾക്ക് ആക്കം കൂട്ടുന്ന മറ്റൊരു പ്രധാന ഘടകം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയാണ്. ഈ പദ്ധതിയുടെ പേരിൽ ഗിൽഗിത്ത് ബാൽറ്റിസ്ഥാൻ ഉൾപ്പെടെയുള്ള POK പ്രദേശങ്ങളിലെ ഭൂമി പാക് ഭരണകൂടം ചൈനീസ് കമ്പനികൾക്ക് നിർബന്ധപൂർവ്വം വിട്ടുകൊടുക്കുകയാണ്. ചൈനീസ് കമ്പനികൾ വന്ന് അവിടുത്തെ മലനിരകളും നദികളും കയ്യേറി ഖനനം നടത്തുമ്പോൾ പ്രദേശവാസികൾക്ക് തൊഴിലോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല. വികസനത്തിന്റെ പേരിൽ വരുന്ന ചൈന പാക് മണ്ണിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ സ്വന്തം മണ്ണിൽ ചൈനയ്ക്ക് പണയം വെക്കുന്ന പാക് നയത്തിനെതിരെ POKയിലെ യുവാക്കൾ കടുത്ത അമർഷത്തിലുമാണ്. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് വരുത്തിവെച്ച ഹിമാലയൻ ബ്ലണ്ടറുകൾ ഒന്നൊന്നായി തിരുത്തി കുറിക്കുകയാണെന്ന് നരേന്ദ്രമോദി സർക്കാർ. നെഹ്റുവിന്റെ കാലത്ത് നഷ്ടപ്പെട്ട ഭാരതത്തിന്റെ സ്വന്തം മണ്ണ് തിരികെ പിടിക്കുക എന്നത് ഓരോ ഭാരതീയന്റെയും അന്തസ്സും പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തോക്കുകളും കല്ലേറുകളും കൊണ്ട് കാശ്മീരിനെ ചോരക്കളമാക്കിയ വിഘടനവാദികളെയും അവരുടെ അക്കൗണ്ടുകൾ പൂട്ടിച്ച BJPയുടെ ഇച്ഛാശക്തിയും ഇന്ന് അതിർത്തിക്കപ്പുറത്തുള്ള ജനങ്ങൾ പോലും ആദരവോടെ നോക്കിക്കാണുന്നു. വികസനം കൊണ്ടും ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും ഒരു ജനതയുടെ ഹൃദയം കീഴടക്കാൻ ഭാരതത്തിന് സാധിക്കുമെന്ന് മോദി സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു. പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാഷ്ട്രത്തിന്റെ തകർച്ച സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ POKയിലെ ജനങ്ങൾ ഭാരതത്തിന്റെ ദേശീയ പതാകയ്ക്ക് കീഴിലേക്ക് എത്തുന്ന സുദിനം വിദൂരമല്ല. ഭാരതത്തിന്റെ കിരീടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ ആ വജ്രം തിരികെ പതിപ്പിക്കുമ്പോൾ അത് നരേന്ദ്രമോദി എന്ന യുഗപുരുഷന്റെ നേതൃത്വത്തിൽ അഖണ്ഡ ഭാരതം എന്ന സ്വപ്നത്തിന്റെ പൂർത്തീകരണമാകും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.